പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടൊഴിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഞായറാഴ്ച വിശുദ്ധ ആരാധനയ്ക്ക് മുമ്പായിട്ടുള്ള ഒരുക്കമാകുന്ന വചന ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുന്നത് സ്കറിയായോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ചയാണ്. സ്നാപക യോഹന്നാനെക്കുറിച്ചുള്ള അറിയിപ്പ് ദൈവത്തിൻ്റെ മാലാഖ ദൂതൻ വന്ന്, ഗബ്രിയേൽ ദൂതൻ വന്ന് കൊടുക്കുന്ന ഭാഗമാണ് നമ്മുടെ ധ്യാന വിഷയം. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരക്കത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ. കേൾക്കുന്ന വചനങ്ങൾ ധ്യാനിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ചുട്ടപ്പെടുത്തുവാനും കൃപ നൽകണമേ. നല്ലൊരു ഒരുക്കമുള്ള ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, സഭ ശുദ്ധീകരണം കഴിഞ്ഞു. ഇനി ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിലേക്ക് നമ്മൾ വരുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള വായനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞായറാഴ്ച സ്കറിയായുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ചയാണ്. സന്ധ്യാവായനയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെ വാക്യങ്ങളും, പ്രഭാതത്തിൽ വായന ക്രമീകരിച്ചിട്ട് അതിൻ്റെ തുടർച്ചയായി 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെ വാക്യങ്ങളുമാണ്. എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്കും പ്രഭാതത്തിനുമായി ഒരേ വായന തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പഴയ നിയമ വായനയിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 22 വരെ വാക്യങ്ങളും, സംഖ്യാപുസ്തകം 8-ാം അധ്യായം 13 മുതൽ 20 വരെ വാക്യങ്ങളും, 1 ശമൂവേൽ 1-ാം അധ്യായം 9 മുതൽ 17 വരെ വാക്യങ്ങളും, യെശയ്യാപ്രവചനം 41-ാം അധ്യായം 8 മുതൽ 16 വരെ വാക്യങ്ങളുമാണ്. ലേഖനങ്ങൾ 2 പത്രോസ് 1-ാം അധ്യായം 1 മുതൽ 15 വരെ വാക്യങ്ങളും, റോമർ 4-ന്റെ 13 മുതൽ 25 വരെ വാക്യങ്ങളുമാണ്. എവൻഗേലിയോൻ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 45 മുതൽ 51 വരെ വാക്യങ്ങളാണ്. ഇത്തരം വായനകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിതാക്കന്മാരിലൂടെ നമ്മുടെ ധ്യാനത്തിനും വിശുദ്ധീകരണത്തിനുമായിട്ട് ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. നമുക്ക് അല്പസമയം കൊണ്ട് ഇത് ഓരോന്നായിട്ട് ഒന്ന് ഓടിച്ച് ചിന്തിച്ച് പോകും. സന്ധ്യാവായനയും പ്രഭാത വായനയും ലൂക്കോസിൻ്റെ സുവിശേഷം 1 മുതൽ 1-ാമത്തെ അധ്യായം 1 മുതൽ 25 വരെ വാക്യങ്ങൾ ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമുക്ക് അവിടെ ഒന്ന് ധ്യാനിച്ചു പോകാം. ഒരു വാക്കുകൂടി പ്രാർത്ഥിക്കാം. നാഥ, ഈ വചനം ഞങ്ങൾക്ക് ഇരുളിൽ പ്രകാശമായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പാതയിൽ വെളിച്ചമായിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനം പ്രസംഗിക്കുവാനും ഇതനേകർക്ക് മനസ്സിലാക്കുവാനും അനേകരെ ഇതിൽ പങ്കുചേരുവാനും ഇടയാക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ ലൂക്കോസാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. പൗലോസിൻ്റെ ശിഷ്യനും വിജാതീയനുമായിരുന്ന ലൂക്കോസ് ക്രമവും ചിട്ടയുമായി യഹൂദന്മാർക്കും വിജാതിയർക്കും ഒരേപോലെ സ്വീകാര്യമാകുന്ന രീതിയിൽ ഈ വചനം എഴുതിയെന്നാണ് ഇതിൻ്റെ ആരംഭത്തിൽ കുറിച്ചിരിക്കുന്നത്. ക്രമവും ചിട്ടയുമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഹെറോദോസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ ഹൃദയഭാഗം. സക്കറിയ എന്ന നാമത്തിന്
കർത്താവ് ഓർമ്മിച്ചു എന്ന അർത്ഥമുണ്ട്. എലിസബത്ത് എന്ന വാക്കിന് ദൈവം ശപഥം ചെയ്തു എന്നർത്ഥം. ഇതിലെ പ്രധാന വ്യക്തികളാണ് സക്കറിയായും എലിസബത്തും ഗബ്രിയേൽ ദൂതനും. സക്കറിയായും എലിസബത്തും അഹറോൻ വംശത്തിൽപ്പെട്ടവരായിരുന്നു എന്നാണ് ചരിത്രം. അഹ്റോൻ്റെ 24 പുത്രന്മാരുടെ പേരിൽ 24 ഗണമായി പുരോഹിതന്മാരെ തിരിച്ചിരുന്നുവെന്ന് പഴയ നിയമം നമ്മൾ വായിക്കുന്നുണ്ട്. 1 ദിനവൃത്താന്തം 24-ാം അധ്യായം 1 മുതൽ 19 വാക്യങ്ങളിൽ. അതിൽ 8ാമത്തെ ഗണമാണ് അബിയ ഗണം. ഈ പുരോഹിതന്മാരെല്ലാം ഇവരുടെ ഊഴമനുസരിച്ച് ദേവാലയ ശുശ്രൂഷ നടത്തിയിരുന്നു. കുറിയിട്ടാണ് ഇവരെയെല്ലാം തിരഞ്ഞെടുത്തിരുന്നത്. എലിസബത്തും സക്കറിയായും നീതിനിഷ്ഠുള്ളവരായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അങ്ങനെ തൻ്റെ ധൂപാർപ്പണ സമയത്ത്, തൻ്റെ ഊഴം വന്ന നാളിൽ സക്കറിയ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ട് ധൂപം അർപ്പിക്കുകയാണ്. ജനമെല്ലാം വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിൻ്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. പുരോഹിതനാണെങ്കിലും ഒരു കുഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ് ഈ പൗരോഹിത്യ ധർമ്മങ്ങളെല്ലാം നിറവേറ്റുന്നത്. അപ്പോൾ തന്നെ ഒരു കുഞ്ഞിനു വേണ്ടിയും ജനങ്ങളുടെ അപരാധങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും പുരോഹിതൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പുരോഹിതനോട്, നിനക്കൊരു സന്തുഷ്ടിയും നല്ല കാലവും വരാൻ പോകുകയാണ്, നിനക്കൊരു മകൻ ജനിക്കുമെന്ന് പറയുകയാണ്. അവൻ ഇസ്രായേലിൽ വളരെ പേര് കർത്താവിലേക്ക് തിരിക്കുമെന്നാണ് പറയുന്നത്. വലിയ പദ്ധതിയാണ് അവനെക്കുറിച്ചുള്ളത്. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി രൂപപ്പെടുത്തുവാനും ഏലിയാട് ചൈതന്യത്തോടും ശക്തിയോടും കൂടി അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. സ്നാപയോഹന്നാനെ കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ എന്ന് അവന് പേരിടണമെന്ന് ബൈബിൾ പറയുകയാണ്. ദൈവം കരുണ ചെയ്തു എന്നാണ് യോഹന്നാൻ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ സക്കറിയ ദൂതനോട് തിരിച്ചു പറയുന്നത്, ഞാനിതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായി ഈ വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ഒരു ശിക്ഷണം അവിടെ പ്രവാചകന് ലഭിക്കുകയാണ്. വിശ്വസിക്കാഞ്ഞത് നിമിത്തം. ഭാര്യ വാർദ്ധക്യത്തിലാണ്, ഞാനും വാർദ്ധക്യത്തിലാണ്. പ്രിയമുള്ളവരെ, പ്രായം ഏതുമാകട്ടെ സങ്കടം വലുതാണ്. പക്ഷെ സങ്കട നിവൃത്തി വരുമെന്ന് കേൾക്കുമ്പോൾ പ്രായം തടസ്സമാണ്. ഇവർ പറയുന്നത് ഞങ്ങൾക്ക് പ്രായമായി എന്നാണ്. അതുകൊണ്ട് സാധ്യമല്ല. ദൂതൻ പറയണ സാധ്യമാണ്. പക്ഷെ നീ അത് കണ്ട് മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരെ നീ ഊമനായിരിക്കുമെന്ന് പറയുക. എൻ്റെ പ്രിയമുള്ളവരെ, ഈ വചനത്തിൽ നിന്ന്
3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, കർത്താവ് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ സത്യമായും അത് നിവൃത്തിയാകുമെന്ന് വിശ്വസിക്കണം. അതിന് പ്രായമോ കാലമോ സാഹചര്യങ്ങളോ ഒന്നും തടസ്സമല്ല. ദൈവം അരുളി ചെയ്തത് നിവൃത്തിയാകും എന്ന് വിശ്വസിക്കണം. ഏത് പ്രായത്തിലും അത് നടപ്പാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതുപോലെ അവിശ്വസിച്ചപ്പോൾ അത് വല്ലാത്തൊരു അനുഭവമായിപ്പോയി. എന്താ പറയുന്നത്, ഊമനായിപ്പോയി. ശിശു ജനിക്കുന്നവരെ കുറച്ച് നാളത്തേക്കുള്ളൂ, അല്ലാതെ നിത്യമായ ഒരു ശിക്ഷയല്ല. ഒരു ചെറിയ എന്താ പറയുന്നത്, ഒരു ശാസന. പക്ഷെ ആ ശാസനം പോലും താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് ഇപ്പം നമ്മളോട് കർത്താവ് ഇങ്ങനെ അല്ല അധികം പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നത്. ചില അവിശ്വാസികൾക്ക് വിശ്വാസം വരാൻ വേണ്ടി ചില പ്രത്യേക കൃപാവരങ്ങൾ ലഭിച്ചിട്ടുള്ളവർ പ്രവചനത്തിലൂടെയും ദർശനത്തിലൂടെയൊക്കെ സംസാരിക്കും. അല്ലാത്തിടത്തോളം കാലം ഈ വേദപുസ്തകം തന്നെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ധനവാന്റെ ലാസറിൻ്റെ ഉപമയിൽ യേശു പറയുന്നുണ്ട് അവിടെ പ്രവാചകന്മാരും നിയമങ്ങളുമുണ്ട്. അപ്പോൾ ധനവാൻ പറയുന്നു, അത് എൻ്റെ സഹോദരങ്ങൾ അനുസരിക്കില്ല. അപ്പോൾ അബ്രാഹാം പിതാവ് പറഞ്ഞു, പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളും നിയമങ്ങളും അനുസരിക്കുന്നില്ല എങ്കിൽ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് എന്നാലും അനുസരിക്കില്ല. അതിലൂടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഈ പുസ്തകം നമ്മളോട് അറിയിക്കുന്ന കാര്യങ്ങൾ കൃത്യമായും നടപ്പായിരിക്കുമെന്നുള്ളതാണ്. അത് നമ്മൾ വിശ്വസിക്കണം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധമാകണം. കാരണം ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒന്നിനും ഒരു കുറവല്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. മരിച്ചവനെ പോലും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. പിന്നെ വാർദ്ധക്യത്തിൽ ശിശുവിനെ കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ, ബാക്കി തുറന്ന് പിന്നെയുള്ള അവസരങ്ങൾ നമുക്ക് കേൾക്കാം. ഇതുപോലെ തന്നെയാണ് പഴയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ. പഴയ നിയമ വായനയിൽ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 15 മുതൽ വാക്യങ്ങളാണ്. അവിടെ ഇതുപോലെ ഇസഹാക്ക് ജനിക്കുമെന്നാണ് പറയുന്നത്. അബ്രാഹത്തിന് വയസ്സായി, അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായിക്കും വയസ്സായി. അപ്പോൾ അബ്രാഹത്തോട് ദൈവം പറയുകയാണ്, നിൻ്റെ ഭാര്യ സാറായി, ഇനിമേൽ നീ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും, അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ ജനതകളുടെ മാതാവാകും, അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രഹാം കവിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്ത് 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞ് ജനിക്കുമോ? 90 എത്തിയ സാറ ഇനി പ്രസവിക്കുമോ? കണ്ടോ, 100 കഴിഞ്ഞ ആൾക്ക് ഇനി കുഞ്ഞിനെ ജനിക്കുമോ? 90 വയസ്സ് കഴിഞ്ഞ സാറ പ്രസവിക്കുമോ? ഇസ്മായിൽ ആ സമയത്ത് സാറായുടെ വെപ്പാട്ടിയായിരുന്ന ഹാഗാറിന് കുഞ്ഞിനെ ജനിപ്പിച്ചിരുന്നു. ഇസ്മായിൽ എന്ന് അവന് പേരിട്ടു. അപ്പോൾ അബ്രാഹാം പറയുകയാണ്, അത് മതി എന്ന് പറയുകയാണ്. പഴയ നിയമകാലത്ത് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. തൻ്റെ ദാസിമാരെ തങ്ങളുടെ ഭർത്താവിന് പരിഗ്രഹിക്കാൻ വിട്ടുകൊടുക്കുകയും അതിലുണ്ടാകുന്ന കുഞ്ഞ് യജമാനത്തിയുടെ കുഞ്ഞായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന രീതികളൊക്കെ അന്നുണ്ടായിരുന്നു. പക്ഷെ ദൈവം പറയുകയാണ്, ഞാൻ വാഗ്ദാനം ചെയ്ത് ഇസഹാക്കാണ്, അത് നിൻ്റെ ഭാര്യയിൽ നിന്ന് തന്നെ ഉണ്ടാകും, വെപ്പാട്ടിയിൽ നിന്നുമല്ല, നിൻ്റെ ഭാര്യയിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ അബ്രാഹാം വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുമ്പോൾ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്തോടു കൂടി അബ്രാഹാം എല്ലാം ചെയ്തു എന്ന് പറയുമ്പോഴും ഒരു അവിശ്വാസത്തോടു കൂടി എന്ന് പറഞ്ഞാൽ അവിശ്വാസമല്ല, അത് സത്യത്തിൽ നടക്കില്ല. പിന്നെ എന്തിനാണത് സമർപ്പിക്കുന്നത് എന്നുള്ള ചിന്തയാണ്. നടക്കാത്തൊരു കാര്യം സമർപ്പിക്കേണ്ട ആവശ്യമുണ്ട്, നടക്കാത്തൊരു കാര്യം സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. തൃപ്തനാണ് അബ്രാഹാം, ഇസ്മായിലിനെ കൊണ്ട് തൃപ്തനാണ്. അതിൻ്റെ സങ്കടങ്ങളും അതിൻ്റെ സന്തോഷങ്ങളും എല്ലാം അനുഭവിച്ചാൽ പോകുന്നത്, മതി എന്ന് പറയുകയാണ്. അപ്പോൾ തന്നിൽ തന്നെ എന്താ പറയുന്ന തൃപ്തിയുണ്ടെങ്കിലും തന്നിൽ തന്നെ തനിക്കതിൻ്റെ ഭാര്യയ്ക്ക് തൃപ്തിയുണ്ടോ എന്നുള്ളത് അവിടെ ഒരു പ്രശ്നമാണ്. തന്നെയുമല്ല, ദൈവത്തിന് ഓരോ വ്യക്തിയെക്കുറിച്ചും പദ്ധതിയുണ്ട്.
ഇപ്പോൾ ഇസഹാക്കിനെ ജനിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ സ്വതന്ത്രനാണെന്ന് പറഞ്ഞാൽ അത് യേശുവിനോളം എത്തേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് ഉള്ളത് കൊണ്ട് മതി എന്ന് നമ്മൾ വിചാരിച്ചാലും ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ നമ്മുടെ മേൽ എന്നും കൂടി ആലോചിക്കണം. ആ ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ മേൽ ദൈവം ആക്കി വെക്കുന്നത് ഏത് പ്രായത്തിലും ബാധകമല്ല. നമുക്കറിയാം, അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ അടക്കം ചെയ്യപ്പെട്ടു. അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്ക് വിവാഹം കഴിച്ചു. ഒക്കെ കഴിഞ്ഞിട്ടും അബ്രാഹാം ഭാര്യ മരിച്ചു പോയിട്ടും പിന്നീട് അബ്രാഹാം വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും വയസ്സ് എത്രയോ കഴിഞ്ഞു പോയി, 100 കഴിഞ്ഞു. 100 അബ്രാഹാം പറയുന്നു, ഈ 100 വയസ്സായ എനിക്ക് കുഞ്ഞുണ്ടാകുമോ എന്ന് കമിഴ്ന്ന് കിടന്ന് ചിരിച്ചു എന്നാണ് പറയുന്നത്. പൊട്ടത്തരം പറയല്ലേ ദൈവമേ എന്ന ഒരു ആത്മകഥം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊന്നും അതിനകത്ത് ബാധകമല്ല. ദൈവം പറയുന്ന കാര്യങ്ങൾ നടപ്പായിരിക്കും. മതി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. എത്ര വേണമെങ്കിലും വന്നോട്ടെ എന്ന് പറയുന്ന ഒരനുഭവം ഉണ്ടായിരിക്കും. രണ്ടാമത്തെ വായന സംഖ്യാപുസ്തകം 8-ാം അധ്യായം 13 മുതൽ 20 വാക്യങ്ങളാണ്. അതിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഈ പുരോഹിതന്മാരെ ദൈവം തിരഞ്ഞെടുത്തു പ്രത്യേകമായി. നമ്മൾ വായിച്ചല്ലോ, അഹരോൻ്റെ ക്രമപ്രകാരം 24 ഗണങ്ങളാണ് പുരോഹിതന്മാർ. അപ്പോൾ ഇവരെ എന്താ പറയുന്ന ഇവരെ ശുദ്ധീകരിച്ച് വസ്ത്രമൊക്കെ അലക്കി ദൈവത്തിന് നീരാജനമായി സമ്പൂർണ്ണ സമർപ്പണമായി ഒരു പ്രതിഷ്ഠയായി സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്ന നമ്മളെ ഏറ്റവും വിശുദ്ധമായി നമ്മൾ ദൈവത്തിന് സമർപ്പിക്കണമെന്നുള്ളതാണ് അതിലൂടെ നമുക്ക് നൽകുന്നത്. പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ വിശുദ്ധ ജനവും രാജകീയ പുരോഹിത വർഗവുമാണെന്നാണ്. അപ്പോൾ ക്രൈസ്തവരായ മാമോദിസ മുങ്ങിയ എല്ലാവരും ഈ പൗരോഹിത്യ വർഗത്തിൽപ്പെട്ടവരാകൊണ്ട് എല്ലാവരും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. അവിടെ വിട്ട് ഞാൻ പോട്ടെ. വീണ്ടും ശമൂവേലിൻ്റെ പുസ്തകം 1-ാം പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതും ഇതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത, ഈ വായനകളിലൂടെയൊക്കെ മക്കളില്ലാത്ത ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, വളരെ സങ്കടത്തോടുകൂടി ഇരിക്കുന്നവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ദൈവം ഒരു എന്താ പറയുന്നത്, സക്കറിയ എന്ന പേരിൻ്റെ ഓർമ്മ പോലെ ദൈവം ഓർമ്മിപ്പിക്കും. നിങ്ങളുടെ കാര്യം ദൈവത്തിൻ്റെ ഓർമ്മയിലുണ്ട് എന്നുള്ള വിശ്വസ്തത നിങ്ങൾ പുലർത്തണം. ഇവിടെ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 17 വരെ വാക്യങ്ങളാണ്. അപ്പോൾ 9 മുതൽ 17 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിനോട് ആരാ പറഞ്ഞത്, എൽക്കാനയുടെ ഭാര്യ ഹന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ അവസാനം എന്താ പറയുന്നത്, 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഏലി പുരോഹിതൻ അവളോട് പറഞ്ഞു, സമാധാനമായി പോകുക, ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. പിന്നെ നമ്മൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്ന് പിറ്റേ പെരുന്നാളിന് ഹന്ന ദൈവത്തിന് സ്തോത്രഗീതം അർപ്പിക്കുന്നതാണ്. അപ്പോൾ ഹന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ദയ ഉള്ളവൾ എന്നാണ്, ദയ ഉള്ളവൾ. ഈ എൽക്കാന എന്ന് പറയുന്ന മനുഷ്യന് ഒരു ഭാര്യ കൂടിയുണ്ട്, പെനീന. അവളാണ് ആദ്യ ഭാര്യ. അവൾക്ക് മക്കളുണ്ട്. പെനീന എന്ന വാക്കിൻ്റെ അർത്ഥം ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് പീഡിപ്പിക്കുന്നവൾ എന്നാണ്, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നവൾ. അപ്പോൾ എപ്പോഴും ഈ ദയ ഉള്ളവളായ ഈ ഹന്നായെ പെനീന എപ്പോഴും ഇങ്ങനെ പീഡിപ്പിക്കും. പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശാരീരിക പീഡനമൊന്നും ആയിരിക്കില്ല, മനസ്സുകൊണ്ട് പീഡിപ്പിക്കും. പ്രത്യേകിച്ച് നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ ഈ ഒരു ഭർത്താവിന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ മക്കളില്ലാത്തവർ മക്കളുള്ളവരെ കാണുമ്പോൾ ഭയങ്കര സങ്കടവും, മക്കളുള്ളവർ മക്കളില്ലാത്തവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരനുഭവമാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ മറ്റൊരു അടുത്ത് വായിക്കുന്നുണ്ട്, യാക്കോബിന് റാഹേലിന് ഇഷ്ടമായിരുന്നു. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ആദ്യം റാഹേലിന് വിവാഹം കഴിക്കാൻ പറ്റിയില്ല, ലേയായി വിവാഹം കഴിച്ചു. പക്ഷേ അപ്പോൾ എന്താ പറയുന്നത്, പിന്നെ 7 വർഷം കഴിഞ്ഞ് റാഹേലിന് വിവാഹം കഴിച്ചപ്പോൾ യാക്കോബിന് ഭയങ്കര സന്തോഷം. പക്ഷേ ബൈബിൾ പറയുന്നത് റാഹേലിൻ്റെ ഗർഭപാത്രം അടച്ചു, ലേയായുടെ ഗർഭപാത്രം ദൈവം തുറന്നു എന്ന് പറഞ്ഞാൽ, ലേയായിൽ മക്കളുണ്ടായപ്പോൾ
യാക്കോബിന് ലേയായെ സ്നേഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഉള്ളവർ, അല്ലെങ്കിൽ അത് സൗന്ദര്യമാകട്ടെ, ആരോഗ്യമാകട്ടെ, മക്കളാകട്ടെ, പണമാകട്ടെ, ബുദ്ധിയാകട്ടെ, എന്തൊക്കെ ഒരു മനുഷ്യനുണ്ട് എന്ന് പറയുന്നു, ആ ഉള്ളവർക്ക് എപ്പോഴും ഒരു അഹംഭാവം മുന്നിൽ നിൽക്കും. കാടടച്ച പിടിയൊക്കെ അല്ല, എളിമയുള്ളവരും ഉണ്ടാകാം. ഭൂരിപക്ഷം ആളുകൾക്ക് ഒരു അഹംഭാവം ഉള്ളിൽ നിൽക്കും. അപ്പോൾ അവർ ഇല്ലാത്തവനെ ഒന്ന് ആക്ഷേപിക്കാൻ തുടങ്ങും, ഒന്ന് ചെറുതായിട്ടൊരു പുച്ഛത്തോടെ കാണും. എത്ര സഹായിച്ചു എന്ന് പറഞ്ഞാലും, എത്ര ചേർത്ത് നിർത്തി എന്ന് പറഞ്ഞാലും, വല്ലപ്പോഴെങ്കിലും നിന്നെക്കൊണ്ടൊക്കെ വല്ലതും കൊള്ളാമോ എന്നുള്ള ഒരു ധാരണയിലുള്ള ഒരിടപെടലുണ്ടാകും. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഹന്നായും പെനിയയും, ഹന്ന ഒരുപാട് കരഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിലാണെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തവർ എപ്പോഴും ആളുകൾ ഒരു സിമ്പതിയുടെ ഭാഗമായിട്ട് സഹതാപത്തോടു കൂടി ഒന്ന് കുത്തി നോവിക്കുന്ന വർത്തമാനം പറയും. എന്നാൽ ഇതുവരെ ഒന്നും ആയില്ലേ, വിശേഷമൊന്നുമില്ലേ, കല്യാണം കഴിച്ച അന്ന് തുടങ്ങി ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ, ആ കാര്യങ്ങളൊക്കെ വിട്ടുകളയും. വെറുതെ ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്തവരെയൊക്കെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ എന്തിനു വിശേഷം അറിയാൻ നടക്കണം, അതൊക്കെ വിട്ടുകളയാം. ഇനി കുഞ്ഞുങ്ങളില്ലാത്തവർ ഇത്തരം കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സങ്കടം മറ്റുള്ളവരോട് വൈരാഗ്യമായി തീരാതെ, നിങ്ങൾ ഓടിച്ചെന്ന് അനാഥരായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കണമെന്നുള്ള വിചാരത്തിലൊക്കെ ചാടിക്കേറി ബഹളം ഉണ്ടാക്കാതെ, നിങ്ങൾ താഴ്മയോടെ ദൈവസന്നിധിയിൽ നിന്നാൽ നിങ്ങളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. മറിച്ച് ഇങ്ങനെ നിങ്ങളുടെ ശാരീരപ്രകാരമുള്ള കുഞ്ഞ് വേണ്ട, ഏതെങ്കിലും എന്താ പറയുന്നത്, അപ്പനോ അമ്മയോ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തണമെന്നാണ് നിങ്ങളുടെ മേൽ ദൈവഹിതമെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട്, ഞങ്ങളിങ്ങനെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, പ്രസവം നിർത്തിയത് ശരിയായില്ല, അത് ദൈവഹിതമായിരുന്നില്ല, നിങ്ങൾ സന്താനപുഷ്ടികളായി പെറ്റുപെരുകുവിൻ എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ മക്കൾ എത്ര വേണമെന്നുള്ള തീരുമാനിക്കുന്ന ദൈവമാണ്. മക്കൾ വേണ്ട അല്ലെങ്കിൽ ഗർഭപാത്രം അടയ്ക്കുന്നതും തുറക്കുന്നതും ദൈവമാണ്. അപ്പോൾ ഇനി എന്താണ്, അപ്പോൾ അതിനൊരു പ്രായശ്ചിത്തം വന്ന രീതിയിലാണ് ഞങ്ങളിങ്ങനെ ഈ തെരുവിൽ കുഞ്ഞുങ്ങൾ അറിഞ്ഞു നടക്കുന്ന ഭിക്ഷാടകർ ഇങ്ങനെയുള്ളവരെയൊക്കെ ശുശ്രൂഷിക്കാൻ തയ്യാറായതും അങ്ങനെയുള്ളവരെയൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ തുടങ്ങിയതൊക്കെ കാരണം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ ഇങ്ങോട്ട് മുന്നോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ 10-15 മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ 6-7 മക്കൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ കഷ്ടപ്പെട്ടതുപോലെ ഞങ്ങളും ഇത്തരം ആളുകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അപ്പോൾ സങ്കടം ദൈവസന്നിധിയിൽ നിവർത്തിക്കപ്പെടും. സങ്കടം മാറ്റി സന്തോഷം കൊണ്ട് നിറയ്ക്കും. അപ്പോൾ ഹന്നായുടെ ആ പുസ്തകത്തിൽ നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ വായിക്കുന്നത് യെശയ്യാ പ്രവചനം 41-8 മുതൽ 16 വരെ വാക്യങ്ങളാണ്. അത് വളരെ ശക്തമാണ് ആ ഭാഗം. എന്ത് പറയുന്നത്, 8 മുതൽ 16 വരെ വാക്യങ്ങൾ പറയുന്നത്, വലിയ സംരക്ഷണം ദൈവം നമുക്ക് തരുമെന്ന് പറഞ്ഞു. ദൈവം തിരഞ്ഞെടുത്തവർക്ക് ഭയത്തിന് സ്ഥാനമില്ല. ശരിക്കും അവരെപ്പോഴും ദൈവത്തിൽ ആനന്ദിക്കും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും, നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല, നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ എല്ലാവിധ സംരക്ഷണവും ഉണ്ട്. യാതൊരു കാരണവശാലും ഭീരുവാകണ്ട, പ്രയാസപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്നൊരു ശക്തമായൊരു സന്ദേശമാണ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ തരുന്നത്. നിങ്ങൾ അത് വായിച്ചോളണം. യെശയ്യാ 41-8 മുതൽ 16 വരെ വാക്യം. ഇന്ന് നമ്മൾ ലേഖനത്തിലേക്ക് കിടക്കുകയാണ്. ലേഖനത്തിലേക്ക് കിടക്കുമ്പോൾ 2 പത്രോസ് 1-15 1-ാം അധ്യായം 1 മുതൽ 15 വരെ വാക്യങ്ങളാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ. പത്രോസിൻ്റെ ലേഖനത്തിൽ 1 മുതൽ 15 വരെ വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് ക്രൈസ്തവൻ്റെ വിളിയെക്കുറിച്ചാണ്. 2 പത്രോസ് 1 പത്രോസ് അല്ല, 2 പത്രോസ്. തൻ്റെ മഹത്വത്തിലേക്ക് മൗനത്തിലേക്ക് നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമില്ല അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അതാണ് പ്രധാന കാരണം. എന്താണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് പ്രദാനം ചെയ്തിരിക്കുകയാണ്. ദൈവം തന്നിരിക്കുകയാണ്. ഇല്ലെങ്കിൽ തന്നിരിക്കും. ഇപ്പോൾ ഇല്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിലും തരും. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം, യേശുവിൻ്റെ വാഗ്ദാനം അതാണ്.
അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഈ കാരണത്താൽ 5-ാമത്തെ വാക്യം, തങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. ഈ വക നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമൃദ്ധമാകുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും. ഇവയില്ലാത്തവൻ, ഏത് ഇവ എന്ന് പറയുന്നത്? ജ്ഞാനം, വിശ്വാസം, സുഹൃതം, ആത്മസംയമനം, ക്ഷമ, ഭക്തി, സഹോദര സ്നേഹം, ഉപവി. ഇവ ഒന്നും ഇല്ലാത്തവൻ ഹ്രസ്വദൃഷ്ടിയും അന്ധനും പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ്. ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും. വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹം ഉള്ളവരായിരിക്കുവിൻ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. ഇതാണ് സന്ദേശം. കൃത്യമായി ഒരു നിർദ്ദേശം നൽകുകയാണ്. ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകുകയാണ്. 2-ാമത്തെ ലേഖനം നമ്മൾ വായിക്കുന്നത് റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 25 വാക്യങ്ങളാണ്. അതും അബ്രാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അബ്രാഹത്തിൻ്റെ വിളിയും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അബ്രാഹത്തിന് ദൈവം കൊടുക്കുന്ന വാഗ്ദാനവും ഒക്കെയാണ് അതിനകത്ത് പറയുന്നത്. അത് റോമാലേഖനത്തിൽ പൗലോസ്ലീഹ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആദ്യം ചിന്തിച്ചത് തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഭാഗമാണ്. അവിടെ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം അന്ത്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് വിശ്വാസം നീതിയായി കണക്കാക്കപ്പെട്ടു എന്ന് പൗലോസ്ലീഹ അത് വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ വ്യക്തമാണ് ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ നമുക്ക് വ്യക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ സുവിശേഷത്തിലേക്ക് വരികയാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ലൂക്കോയുടെ സുവിശേഷം 11:45 മുതൽ 51 വാക്യങ്ങളാണ്. അത് ഒരു താക്കീതാണ് പറയുന്നത്. ഇത്രയും വിശ്വാസവീരന്മാരായ, ഇത്രയും വിശ്വാസ തീഷ്ണതയോടെ ജീവിച്ചവരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ അവരുടെ മാതൃക കണ്ട് മുന്നോട്ട് വരേണ്ടിയിരുന്ന ജനം അവരെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് തനിക്ക് തന്നെ നാശം വരുത്തി വെക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് യേശു ഇവിടെ സംസാരിക്കുകയാണ്. ഫരിസയരുടെയും നിയമജ്ഞരുടെയും കാപട്യത്തെക്കുറിച്ചാണ് ഇതിൻ്റെ ആരംഭം. അപ്പോൾ 45-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്: നിയമജ്ഞരിൽ ഒരാൾ അവനോട് പറഞ്ഞു, ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. അവൻ പറഞ്ഞു, നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു. നിങ്ങളോ അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നു. അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവർത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യവും അംഗീകാരവും നൽകുന്നു. എന്തെന്നാൽ അവരെ കൊന്നു, നിങ്ങളോ അവർക്ക് കല്ലറകൾ പണിയുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അയക്കും. അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന് ആബേൽ മുതൽ ബലിപീഠത്തിലും
വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട സക്കറിയ വരെ ഉള്ളവരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. പ്രിയമുള്ളവരെ, ഇവർ ഈ മരണപ്പെട്ട അന്തരിച്ച പ്രവാചകന്മാരെ മാത്രമേ ആദരിക്കുന്നുള്ളൂ. സമകാലികരായ പ്രവാചകന്മാരെ, അപ്പോസ്തലന്മാരെ ഒന്നും അംഗീകരിക്കുന്നില്ല. പ്രവാചകന്മാർ നിർദ്ദേശിച്ച വിധത്തിൽ ജീവിക്കാനുള്ള ആഗ്രഹവും അവർ കാണിക്കുന്നില്ല, അവർ പശ്ചാത്തപിക്കുന്നില്ല. മരിച്ചുപോയവരെ പിന്നീട് അവർ ബഹുമാനിക്കുകയാണ്. കല്ലറകളൊക്കെ പണിത് അവരുടെ ശവക്കുഴികളൊക്കെ വെള്ളം തേച്ചു ഒക്കെ അങ്ങനെ തിരിച്ചറിയുന്ന രീതിയിൽ ക്രമീകരിക്കപ്പെടുകയാണ്. എനിക്ക് തോന്നുന്നത് ഇന്നും ഈ കാലഘട്ടത്തിലും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ കാലഘട്ടത്തിൽ യഥാർത്ഥമായി സുവിശേഷം ജീവിക്കുന്നവർ പറഞ്ഞുള്ള കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല. ക്രിസ്ത്യാനികളുടെ ഇടയിൽ അപ്പോസ്തലന്മാർ തുടങ്ങി പരിശുദ്ധ അമ്മ തുടങ്ങി ഇങ്ങോട്ട് ഒത്തിരി ആളുകൾ ഈ ഇന്ന് വരെയും നല്ല ജീവിതം നയിച്ചു പോകുന്ന ആളുകളുണ്ട്. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികളൊന്നും എടുക്കുന്നില്ല. ഓരോ വിശുദ്ധന്മാരുടെയും പെരുന്നാളൊക്കെ വരുമ്പോൾ അവർ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ ജീവിത രീതികൾ പ്രാർത്ഥനയായിട്ട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇന്ന രീതിയിലൊക്കെ അവർ ജീവിച്ചിരുന്നു, ഇന്ന രീതിയിലൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്നതുപോലെയൊക്കെ അവർ കർത്താവിനെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ. പക്ഷെ അതൊക്കെ അങ്ങനെ വായിച്ചു പോണതല്ലാതെ ഒരു കാരണവശാലും അവർ പറയുന്ന ഒരു കാര്യങ്ങളും അനുസരിക്കുന്നില്ല. എന്നാൽ അവരെ പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് മനസ്സിലാകാൻ വേണ്ടി ഇവരുടെ കല്ലറകളൊക്കെ വേർതിരിച്ച് അലങ്കരിച്ച് വില കൂടിയ വസ്തുവകളൊക്കെ കൊണ്ട് അത് കവർ ചെയ്ത് സംരക്ഷിച്ചു പോരുന്ന അനുഭവം ഇന്നുമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് യേശു ക്രിസ്തുവിന് ഇഷ്ടമാണോ എന്ന് പരിശോധിക്കുക. ഇവിടെ പറയുന്നത് ഹാബേലിൻ്റെ രക്തം മുതൽ സക്കറിയാവിൻ്റെ രക്തം വരെ എന്ന് പറയുന്നത്. ഹാബേലിൻ്റെ രക്തം മുതൽ വിശുദ്ധ സ്ഥലത്തിനും മധ്യ വെച്ച് കൊല്ലപ്പെട്ട, ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യ വെച്ച് കൊല്ലപ്പെട്ട സക്കറിയ വരെയുള്ളവരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. അതെ എന്ന് ഞാൻ പറയുന്നു. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ 2 ദിനവൃത്താന്തം 24 മുതൽ 24-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 22 വരെ വാക്യങ്ങളിലാണ് സത്യത്തിൽ ആ ഭാഗം നമ്മൾ കാണുന്നത്. ജീവിക്കുവാനുള്ള വഴികളൊക്കെ ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ദൈവഹിതപ്രകാരം ജീവിക്കേണ്ടതെന്നെല്ലാം കാണിച്ചു കൊടുത്തിട്ടും അതൊന്നും അനുസരിക്കാതെ തോന്നിയ പോലെയൊക്കെ ജീവിച്ച് ദൈവസന്നിധിയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം നശിപ്പിച്ച് കളഞ്ഞ് അങ്ങനെ ജീവിച്ച ഒരു സാഹചര്യമാണ് ഇവിടെ 24-ാം അധ്യായം 2 ദിനവൃത്താന്തത്തിൽ കാണിക്കുന്നത്. യോവാഷ് എന്ന് പറയുന്ന ഒരു രാജാവ് ജെറുസലേമിൽ 40 വർഷം ഭരണം നടത്തി. അദ്ദേഹത്തിൻ്റെ കാലത്ത് ജെറുസലേമൊക്കെ നല്ല സമാധാനത്തിനും സന്തോഷത്തോടെയൊക്കെ ജീവിച്ചു. എന്നാൽ പിന്നീട് അതെല്ലാം നഷ്ടമാക്കി ഇവർ ദൈവഹിതങ്ങളെല്ലാം വിട്ട് അന്യദേവന്മാരെ ആരാധിക്കുകയും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോയപ്പോൾ 20-ാമത്തെ വാക്യം പറയുന്നത്, യഹോയാദാ പുരോഹിതൻ്റെ മകൻ സക്കറിയായുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അവൻ ജനത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, ദൈവം അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ച് നിങ്ങൾക്ക് തന്നെ അനർത്ഥം വരുത്തുന്നതെന്ത്? നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ അവിടുന്ന് നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ സക്കറിയാക്കെതിരെ ഗൂഢാലോചന നടത്തി. രാജകൽപ്പന പ്രകാരം അവർ അവനെ ദേവാലയാങ്കണത്തിൽ വെച്ച് കല്ലെറിഞ്ഞു കൊന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രവാചകന്മാരെ അവരുടെ മരണശേഷം അവരുടെ കല്ലറകൾ അലങ്കരിക്കുകയും പ്രവാചകന്മാരെ, അപ്പോസ്തലന്മാരെ, യേശു ശിഷ്യന്മാരെ അവരുടെ പ്രബോധനങ്ങളെ മാനിക്കാതെ അവരെ എന്താ പറയുന്നത്,
ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. അപ്പോൾ ഇന്നും അത് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളിപ്പോൾ സ്കറിയ പുരോഹിതൻ്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ വായിച്ച് ധ്യാനിച്ച് ഇങ്ങോട്ട് പോന്നു. ക്രൈസ്തവൻ്റെ മഹത്വവും അവൻ്റെ വിളിയും തിരഞ്ഞെടുപ്പൊക്കെ ഉറപ്പിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോന്നു. പക്ഷേ യേശു ഈ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ അനേക ചുമടുകളെ അനേകരുടെ ചുമലിൽ വെച്ച് കൊടുക്കുന്നു, നിങ്ങളോ ഒരു ചെറുവിരൽ കൊണ്ടുപോലും തൊടുന്നില്ല. ചില പള്ളികളിലൊക്കെ പെരുന്നാൾ സമയമൊക്കെ വരുമ്പോൾ അച്ഛന്മാർ എത്ര സമയം എടുക്കണമെന്നറിയൂ പെരുന്നാൾ ഏറ്റുകഴിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ, പണം കൊണ്ടു കൊടുക്കാൻ, അതിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ. സത്യത്തിൽ ഒരു പെരുന്നാൾ കേട്ട് കഴിക്കാൻ വശമില്ലാത്തവനൊക്കെ ഒരുപാട് സങ്കടപ്പെടും ഈ അനൗൺസ്മെൻറ്റ് കേട്ട് കഴിയുമ്പോൾ. കേട്ട് കഴിക്കാൻ വശമില്ലാത്തവരും ഉണ്ടല്ലോ ഇടയിലൊക്കെ, ഇത്രയും ജനങ്ങളുടെ ഇടയിൽ. അപ്പോൾ അവർക്കൊക്കെ സങ്കടം വരും, എൻ്റെ ദൈവമേ എനിക്കൊരു പെരുന്നാൾ കേട്ട് കഴിക്കാൻ ഇത്രയും സമ്പത്ത് തന്നില്ലല്ലോ എന്നുള്ള സങ്കടമൊക്കെ വരും. എന്നാൽ ഒരു വിശുദ്ധൻ, ഒരു ശുദ്ധിമതി എങ്ങനെ ജീവിച്ചിരുന്നു അതുപോലെ നിങ്ങൾ ജീവിക്കണമെന്ന് പറയാൻ ആരും അധികം സമയമെടുക്കാറില്ല, അതിന് മെനക്കെടാറുമില്ല. കാരണം അത് പറയുമ്പോൾ തന്നെ ഹൃദയത്തിൽ നിറഞ്ഞതാണല്ലോ പുറത്തേക്ക് കവിഞ്ഞു വരുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ, ദൈവത്തിൻ്റെ പുരോഹിതന്മാരെ, ദൈവത്തിൻ്റെ വിശുദ്ധരെ വെച്ച് എങ്ങനെ അവരുടെ മരണശേഷം പണമുണ്ടാക്കാം എന്നല്ല ചിന്തിക്കേണ്ടത്. അവരോട് ചെയ്യാവുന്ന ഏറ്റവും ബഹുമാനം എന്താണെന്ന് ചോദിച്ചാൽ അവർ ജീവിച്ചതുപോലെ ജീവിക്കുക. അവരുടെ ജീവിതമാണ് അവരുടെ സാക്ഷ്യം. അത് അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പ്രാർത്ഥന വായിക്കുമ്പോൾ തന്നെ ആത്മനിറവുണ്ടാകും. പ്രത്യേകിച്ച് അവിടെ ആഡംബരപൂർവമായ ഒരു വിശേഷണങ്ങളും വേണ്ട, അവരിന്ന ആളായിരുന്നു എന്നറിയാൻ. അത് അവരോട് ചെയ്യുന്ന അനീതിയാണ്. പ്രത്യേകിച്ച് വളരെ വിശുദ്ധരായി വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ആളുകളെയൊക്കെ ഈ നാളുകളിൽ അവരുടെ കല്ലറകളൊക്കെ അലങ്കരിക്കപ്പെട്ടത് കാണുമ്പോൾ, ലക്ഷങ്ങൾ കോടികളൊക്കെ മുടക്കി അലങ്കരിക്കപ്പെട്ടതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. അവരാ കാര്യത്തെപ്പോൾ ചിന്തിച്ചിട്ട് പോലും. അവരാഡംബരങ്ങളെക്കുറിച്ചും ആർഭാടങ്ങളെക്കുറിച്ചൊക്കെ ലോകത്തോട് ഒരുപാട് സംസാരിച്ചിട്ടുള്ളവരാണ്. പക്ഷെ അവരുടെ ആ വാക്കുകൾക്കൊന്നും ഒരു വിലയും കൊടുക്കാതെ ആളെ തിരിച്ചറിയാൻ വേണ്ടി അലങ്കരിക്കപ്പെടുമ്പോൾ യേശു പറഞ്ഞ കാര്യം ഓർക്കുക, കഷ്ടം. അതുകൊണ്ട് ഒരു വിശുദ്ധനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു പ്രവാചകനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, അവരുടെ ജീവിതം ക്രിസ്തുവിന് മനോഹരമായതുപോലെ മനോഹരമാക്കുക നമ്മുടെ ജീവിതം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം, കർത്താവേ, ഞാൻ കഷ്ടത്തിലേക്കല്ല, എൻ്റെ ദൈവവിളി അനുസരിച്ച് 2 പത്രോസ് 1 ഞാൻ വായിച്ചു കേട്ടതുപോലെ സുഹൃതമുള്ള ജ്ഞാനമുള്ള ഒരു വ്യക്തിത്വമായി ആത്മസംയമനത്തോടെ നല്ലത് ഏത് ചീത്ത ഏതെന്നൊക്കെ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാനെ പോലെ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും ചേർത്ത് വെക്കുന്ന ഒരു ദൈവാനുഭവമുള്ള മകനായി തീരുവാൻ സഹായിക്കണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളിൽ നിറയ്ക്കണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഇത് അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം നിങ്ങളതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.